ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം, ഞാൻ മ്യൂസിക്കായിട്ട് കൈലാസ് മേനൻ. ഞാൻ ഇന്നലെ സ്പാ എന്ന് പറഞ്ഞ മൂവി കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ ഞാനും എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സും ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് ഒരു വഴിയായി പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ മൂവി എത്തണം. നമ്മുടെ മലയാളികളുടെ ഒരു ഫേക്ക് മൊറാലിറ്റിനെയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത്. ഇപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ്സായിട്ട് പിന്നെ അവസാനം OTT ഇറങ്ങി കഴിഞ്ഞിട്ട് വെച്ചാൽ ഇത് തിയേറ്ററിൽ കാണണമായിരുന്നു എന്ന് പറയും. സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്ത് ചിരിച്ച് മറഞ്ഞൊരു പടമാണ്. അപ്പോൾ എന്തായാലും മിസ്സാക്കാതെ കാണും. ഓക്കെ, ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് ഏറ്റവും കൂടുതൽ കൈലാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്? ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തായിരിക്കും. അതെ, ഈ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ സിനിമയിൽ ആദ്യം വരെ നമുക്ക് അവസാനം വരെ നമുക്ക് ഭയങ്കര ഇഷ്ടവും തോന്നും, നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും. പിന്നെ മൊത്തത്തിൽ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ശ്രീകാന്ത് മുരളിയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? ആക്ടർ എന്നുള്ള രീതിയിലൊരു ഞാൻ ശ്രീകാന്ത് ഏട്ടനെ എനിക്ക് നേരിട്ട് പരിചയമുള്ള. ശ്രീകാന്ത് ഏട്ടൻ്റെ ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ആ ക്യാരക്ടറും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ തരം ആൾക്കാർ ഉണ്ട്, എന്തൊക്കെ തരം കാഴ്ചപ്പാടുകളും എന്തൊക്കെ തരം പ്രശ്നങ്ങളും ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഈ കൂട്ടത്തിലുണ്ട്. എത്ര ഭയങ്കര ഡീസൻ്റായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എവിഡൻ്റ്ലി കാണിക്കുന്നൊരു മൂവിയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് എൻ്റെ കൂടെ വന്നവർക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു സംഭവം. പക്ഷെ അത് എക്സ്പോസ് ചെയ്യാൻ കാണിച്ച ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ്. ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മേനും ചേട്ടനെ വരെ കൊണ്ടുപോകുന്ന ആളാണ്. കാരണം ഞാൻ വെൽനസ് സ്പാ, അതായത് സ്പാ ഒരിക്കലും ഒരു മോശമായ കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. സ്പായിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷനൊക്കെ ഭയങ്കര നല്ല കാര്യമാണ്. ഈ പലതരം സ്പാ ഉണ്ട്, അത് വേറെ കാര്യം. അത് നോക്കി കണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ളത്. അപ്പോൾ ഏപ്രിൽ ഷൈനോട് എന്താണ് പറയാനുള്ളത് സംവിധായകൻ? എനിക്ക് ആസ് എ ഫിലിം മേക്കർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് മുമ്പ് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ മിക്ക മൂവീസും ഞാൻ കണ്ട്, അത് സിനിമ തിയേറ്ററിൽ വർക്ക് ആയാലും ഇല്ലെങ്കിലും പേഴ്സണലി ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ മൂവീസ് എൻജോയ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ്. ഇപ്പോൾ ഈ മൂവീന് തന്നെ കേട്ട കുറച്ച് റിവ്യൂസിനകത്ത് ഇതിനകത്ത് ഒരു മൂവിയുടേതായ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ തിരക്കഥയിൽ ഇല്ലാന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ മൂവീസിനും ഒരേ ഒരു സ്ട്രക്ചറോ ഫോമാറ്റോ ഫോളോ ചെയ്യണമെന്ന് എന്ത് നിർബന്ധമുള്ളത്? ഒരു നിർബന്ധമില്ല. ഈ മൂവിയുടെ ഒരു പ്രത്യേകത എനിക്ക് ആക്ഷൻ ഹീറോ ബിജു പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് ഡെയിലി ബേസിൽ സംഭവിക്കുക എന്ന് കാണിച്ചിരുന്നൊരു മൂവിയാണ്. ഒരു സ്പായിൽ എന്താണ് ഒരു ദിവസം സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി കാണിച്ചു തരുന്നത്. ഇനിയും എനിക്കൊന്ന് ഈ സ്പാ 1, 2, 3 എന്ന് പറഞ്ഞാൽ 2-3 മൂവി എടുക്കാനുള്ള അത്ര കഥകൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്പാ റിലേറ്റഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് എങ്ങനെയുണ്ട്? ഗംഭീര മ്യൂസിക്കാണ്. അതായത് പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും. ഈ പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനേക്കാളും പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ മൂവി കുങ്ഫു മാസ്റ്റർ, അതിനകത്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിമനോഹരമായിരുന്നു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഒരു മലയാളി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകൾക്ക് ഭയങ്കരമായി നമ്മളുടെ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കഴിഞ്ഞ മ്യൂസിക്കായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസസ് പറയും, എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.